ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു K2 CSE. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് AES അൽഗോരിതം ആണ്. ഓക്കെ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. AES എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് അൽഗോരിതം. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് മെയിൻലി ഒരു ഇൻപുട്ട് അറേ കാണും, ഒരു സ്റ്റേറ്റ് അറേ കാണും, ഒരു കീ അറേ കാണും, മൊത്തം 10 റൗണ്ട് കാണും. അപ്പോൾ ഈ 3 പോയിൻറ്റ്സും നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഓർത്ത് വയ്ക്കണം. അപ്പോൾ AES എന്ന് പറഞ്ഞാൽ എന്തുവാ, അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ആണ്. അതിൻ്റെ അകത്തൊരു ഇൻപുട്ട് അറേ കാണും, ഒരു സ്റ്റേറ്റ് അറേ കാണും, ഒരു കീ അറേ കാണും. പിന്നെ 10 റൗണ്ട്സിലാണ് സംഭവം നടക്കുന്നത്. എന്താണ് ഇൻപുട്ട് അറേ, എന്താണ് സ്റ്റേറ്റ് അറേ, എന്താണ് കീ അറേ എന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇൻപുട്ട് അറേ എന്ന് പറഞ്ഞാൽ ഒരു 4x4 മെട്രിക്സ് ആണ്, ഒരു 4x4 സെല്ലാണ്. കണ്ടോ, ഒരു 4x4 സെല്ലായിട്ടാണ് വരച്ചേക്കുന്നത്. ഓരോ സെല്ലിലും 8 ബിറ്റ് ഉണ്ട്. അപ്പം മൊത്തവും 16 സെല്ല് കാണുമല്ലോ. അങ്ങനെ 16 × 8 128 ബിറ്റാണ് നമ്മൾ AESൽ ഇൻപുട്ടാക്കി കൊടുക്കുന്നത്. അപ്പം മനസ്സിലായാലും ഇൻപുട്ട് അറേ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു 4x4 അറേ ആണ്. 4 റോയും 4 കോളവും കാണും, 4 സെൽ. അപ്പോൾ അവിടെ 16 സെൽസ് വരും. ഓരോ സെല്ലിലും 8 ബിറ്റ് വെച്ചിട്ട് 16 × 8 128 ബിറ്റ് ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് അറേ ഓക്കെ ആയി. ഇനി സ്റ്റേറ്റ് അറേ എന്ന് പറഞ്ഞാൽ നമ്മൾ 10 റൗണ്ട് എന്ന് പറഞ്ഞില്ലേ, ഓരോ റൗണ്ടിനും ഇടയിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കുറേ സ്റ്റേറ്റുകൾ കാണും. ആ സ്റ്റേറ്റുകളെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അറേയാണ് സ്റ്റേറ്റ് അറേ. ഓരോ റൗണ്ട്സിനും ഇടയിൽ, വെച്ചാൽ 10 റൗണ്ടിൻ്റെ ഇടയിലുള്ള ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്സിനെ സ്റ്റോർ ചെയ്യാനുള്ള അറേ. യൂസ്ഡ് ടു സ്റ്റോർ ദ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്സ് വിത്തിൻ എ റൗണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് ഒരു 4x4 അറേയാണ്. S0, 1, S0, 0, S0, 1, അങ്ങനെ S0, 3, അതുപോലെ S1, 0, S1, 1, അങ്ങനെ S2, 0, S2, 1, 3 അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ S1, 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബൈറ്റ് ഓഫ് 0th വേർഡ് എന്നാണ് വായിക്കുന്നത്. അപ്പോൾ S0, 0 എന്ത് വായിക്കും, 0th ബൈറ്റ് ഓഫ് 0th വേർഡ്. അപ്പോൾ S2, 1 എങ്ങനെ വായിക്കും, സെക്കൻഡ് ബൈറ്റ് ഓഫ് ഫസ്റ്റ് വേർഡ്. ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുന്ന സാധനത്തിന് വേർഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവിടെ മൊത്തവും എത്ര, 4 വേർഡുകളുണ്ട്. ഏതൊക്കെയാണ്, S0, 1, 2, 3 അങ്ങനെ 4 വേർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കീ അറേ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 4 വേർഡ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 10 റൗണ്ട് ഉണ്ട്. അപ്പോൾ കീ അറേ എന്ന് പറയുമ്പോൾ 4 വേർഡ്സ് ഉണ്ട്, ടോട്ടൽ 10 റൗണ്ട്സ് ഉണ്ട്. അങ്ങനെ 4 × 10 എത്ര, 14. പിന്നെ അഡീഷണലി ഒരു 4 റൗണ്ട് കീ നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ മൊത്തം 44 വേർഡ്സാണ് നമ്മുടെ AESലുള്ളത്. അതായത് ആദ്യം ഉണ്ടാവുന്ന 4 വേർഡ്സിനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് 44 വേർഡ്സ് ആക്കുന്നത്. അപ്പോൾ ഇത്രയാണ് AESന് ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ടത്. എന്തൊക്കെയാണ്, അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ AES എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഇൻപുട്ട് അറേ ഉണ്ട്, സ്റ്റേറ്റ് അറേ ഉണ്ട്, കീ അറേ ഉണ്ട്. ഇൻപുട്ട് അറേ എന്ന് പറയുമ്പോഴത്തേനും എന്താണ്, ഒരു 4x4 ആയിട്ടുള്ളൊരു സെല്ലാണ്. ഓരോ സെല്ലിലും 8 ബിറ്റ് വെച്ചിട്ട് 16 × 8 128 ബിറ്റ് കാണും. ഈ 128 ബിറ്റാണ് നമ്മൾ ഇൻപുട്ടാക്കി കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ് അറേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ റൗണ്ടിനും ഇടയിലുള്ള ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റിന് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സ്റ്റേറ്റ് അറേ എന്ന് പറഞ്ഞാൽ. 4 വേർഡ്സ് ഉണ്ടാവും. ഇപ്പോൾ കീ അറേ വന്നിട്ട് എങ്ങനെ വരും, കീ അറേയിൽ 4 വേർഡ്സും 10 റൗണ്ടും ഉണ്ട്. അപ്പോൾ 4 × 10 എന്ന് പറയുന്നത് എത്ര, 40 വേർഡ്സാണ്. പിന്നെ എക്സ്ട്രാ നമ്മളൊരു 4 റൗണ്ട് കീയും കൂടെ ആഡ് ചെയ്ത് 4 വേർഡ്സിനെ നമ്മൾ എത്ര, 44 വേർഡ്സാക്കി എക്സ്പാൻഡ് ചെയ്തു. ഇനി നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഈ ഓരോ കോളും ഓരോ വേർഡ് അതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതൊരു വേർഡ്, ഇതൊരു വേർഡ്, ഇതൊരു വേർഡ്. അങ്ങനെ 4 വേർഡ്സ്, വേർഡ് 1, വേർഡ് 2 എക്സെട്ര അപ് ടു 44 ആവണ്ടേ. അപ്പോൾ വേർഡ് 0 തുടങ്ങിയ വേർഡ് 43 അങ്ങനെ എക്സ്പാൻഡ് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ എൻക്രിപ്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ആദ്യം ഞാൻ പറഞ്ഞു, ഇൻപുട്ട് അറേയിൽ 128 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റാണ് കൊടുക്കുന്നത്. ആ 128 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റിൽ ഒരു റൗണ്ട് കീ ആഡ് ചെയ്ത്, റൗണ്ട് കീ എന്താണെന്നൊക്കെ ഇനി പറയുമ്പോൾ മനസ്സിലാവും. ഒരു റൗണ്ട് കീ ആഡ് ചെയ്യും. അപ്പോൾ അവിടെ ആദ്യത്തെ 4 വേർഡ്സാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ 4 വേർഡ്സ് 10 റൗണ്ടിലായിട്ട് എടുക്കുമെന്ന് പറഞ്ഞില്ലേ, അതാണ് ആദ്യത്തെ 4 വേർഡ്സ്. അതായത് വേർഡ് 0 മുതൽ വേർഡ് 0, വേർഡ് 1, വേർഡ് 2, വേർഡ് 3 അങ്ങനെ 4 വേർഡ്സ് ആഡ് ചെയ്ത് രണ്ടാമത്തെ റൗണ്ടിൽ പോവും. അവിടെ എന്ത് ചെയ്യും, അടുത്ത 4 വേർഡ്സ് ആഡ് ചെയ്യും. വേർഡ് 4, വേർഡ് 5, വേർഡ് 6, വേർഡ് 7. അടുത്ത റൗണ്ടിൽ എന്ത് ചെയ്യും, അവിടെ 4 വേർഡ്സ് ആഡ് ചെയ്യും. വേർഡ് 8, വേർഡ് 9, വേർഡ് 10, വേർഡ് 11. അങ്ങനെ 10ാമത്തെ റൗണ്ടിൽ വേർഡ് 40, വേർഡ് 41, വേർഡ് 42, വേർഡ് 43 അങ്ങനെ 4 റൗണ്ട് ആഡ് ചെയ്യും. അങ്ങനെ 10 റൗണ്ടും കഴിയുമ്പോൾ നമുക്ക് 128 ബിറ്റ് സൈഫർ ടെസ്റ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ എൻക്രിപ്ഷൻ പാർട്ട് മനസ്സിലായി. ഇതിപ്പോൾ നിങ്ങൾ നോക്കണ്ട, എൻക്രിപ്ഷൻ പാർട്ടിൽ എന്താ പറയുന്നത്, നമ്മൾ 128 ബിറ്റ് പ്ലെയിൻ ടെസ്റ്റ് ഒരു റൗണ്ട് കീയോട് കൂടി കൊടുക്കുമ്പോൾ
കഴിയുമ്പോഴത്തേനും വേർഡ് 0 മുതൽ വേർഡ് 3 ആദ്യത്തെ 4 വേർഡ് കയറുന്നു. അങ്ങനെ റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 10 വരെ കയറുമ്പോൾ 128 ബിറ്റ് സൈഫർ ടെസ്റ്റ് ആവും. ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇത് എൻക്രിപ്ഷൻ സൈഡാണ്. ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ്. ഭയങ്കര എളുപ്പമാണ്. ഇതിനെ തിരിച്ചെഴുതിയാൽ മതി. അതായത് ഈ പ്ലെയിൻ ടെക്സ്റ്റ് ഒന്നും മാറത്തില്ല. 128 പ്ലെയിൻ ടെസ്റ്റ് തന്നെയാണ്, 128 സൈഫർ ടെസ്റ്റ് തന്നെയാണ്. ആരോസിൽ വ്യത്യാസം വരും. ഇവിടെ താഴോട്ട് ഇറങ്ങുന്ന ആരോ എന്ത് ചെയ്യും, ഇതിൽ മേലോട്ട് കയറും അല്ലേ, ഇതാ ഇങ്ങനെ പോവും, മേലോട്ട് കയറി പോവും. ഓക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വേർഡും കാര്യങ്ങളും ഒക്കെ കറക്റ്റാണ്. ആരോസും ഇവിടെ എഴുതിയേക്കുന്ന സാധനങ്ങൾ മാത്രം റിവേഴ്സ് ആവും. ആഡ് റൗണ്ട് കീ വന്നിട്ട് ഇവിടെ അടിയിലാകും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ 1, 2, 3 അല്ലേ റൗണ്ട് വന്നിട്ട്, ഇവിടെ റൗണ്ട് 10, റൗണ്ട് 9, റൗണ്ട് 8 ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. പ്ലെയിൻ ടെസ്റ്റ് അതുപോലെ തന്നെയാണ്. സൈഫർ ടെസ്റ്റ് അതുപോലെ തന്നെയാണ്. വേർഡ്സ് അതുപോലെ തന്നെയാണ്. ആരോയും ബോക്സിനകത്തുള്ള സാധനവും മാത്രം കുറച്ച് ഡിഫറൻസ് വരും. ഓക്കെ. ഇനി ഓരോ റൗണ്ടിൻ്റെ അകത്ത് കിടക്കുന്ന ഓപ്പറേഷനാണ്, അത് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം.